ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ഫ്ലൈറ്റ് യാത്രയൊക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ അതിലും സ്പെഷ്യലാണ്. ഞങ്ങൾ ഇന്ന് വീട്ടിലെത്താൻ പോവുകയാണ്. അങ്ങനെ നീണ്ട കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷം നാട്ടിലെത്തുന്ന ഞങ്ങളുടെ സന്തോഷം പറയാണ്ടോ, അത്രയും ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലഗേജ് കളക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് എത്രയും വേഗം ഒന്ന് പുറത്തെത്തിയാൽ മതിയെന്നായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. അച്ഛനും റഹ്മാനേട്ടനും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിടിച്ചിരുന്നോ? മേഴ്ക്കുട്ടി അച്ഛനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നടക്ക്. അങ്ങനെ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളെ കാണുന്നതിലല്ല കാര്യം ഉണ്ടായിരുന്നു, മിഴിക്കുട്ടീനെ കാണുന്നതിലായിരുന്നു. അവളെ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. ഞങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ ആർക്കും വരാൻ കഴിഞ്ഞില്ല. അച്ഛനും റഹ്മാനേട്ടനും മാത്രമാണ് വന്നത്. ഇനി ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് എത്താം. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ആ നാടിൻ്റെ മണം എന്നൊക്കെ പറയില്ലേ, അത് ശരി തന്നെയാണ് കേട്ടോ. കേരളത്തിന് ഒരു പ്രത്യേക മണം. ഇതാ ഞങ്ങളുടെ ആലുംകുളത്തി. 2 വർഷം മുൻപ് കണ്ട ആലുംകുളമൊന്നല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഒരു റിസോർട്ട് ആലുംകുളത്ത് വരിക എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത്രയും വലിയ മാറ്റങ്ങളാണ് ഈ 2 വർഷം കൊണ്ട് ഞങ്ങളുടെ നാടിനുണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ വീട് നമ്മുടെ സ്വർഗ്ഗമാണെന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ ചെന്നിട്ട് അമ്മേനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പ്രജയേട്ടൻ്റെ വീട്ടിലേക്ക് പോവും. അതിൻ്റെ വിശേഷങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മേഴ്ക്കുട്ടിക്ക് 3 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് കൂടുതൽ ഓർമ്മകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്തവണ അവൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളായിട്ടായിരിക്കും അവൾ പോകുന്നത്. ഒരാൾക്ക് നാണം വന്നു. അച്ഛൻ കയറിയോ? മറക്കോ അച്ഛനെവിടെ? അതടാ വെൽക്കം ചെയ്യാനേ നിക്കട്ടെ. അമ്മ നിക്കട്ടെ. അമ്പരോണ്ട് ചൊത്തിന് എത്ര കാലായി അമ്മ കണ്ടിട്ട്. ചൊത്താനല്ലേ മുത്താനേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്തവണ എൻ്റെ അനിയനെയും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയിട്ടാണ് ഞാന് കൊന്നപ്പൂ എടുക്കണ നേരത്തെ അതിന് പറ്റിയില്ല. വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. ഈ ചെരുപ്പൊന്നും ഇടാണ്ട് നമ്മുടെ മുറ്റത്തുകൂടി ഒന്ന് നടക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. ഒരു ഓവർകോട്ടിൻ്റെ ആവശ്യമില്ല, ചെരുപ്പിൻ്റെ ആവശ്യമില്ല. മിഴി വീട്ടിലെത്തിയതും പെട്ടിയൊക്കെ പൊട്ടിച്ച് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അമ്മ ഇഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി പ്രജയേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാ 2 വയലിൽ കണ്ടോ? പൊന്നപ്പ നോക്ക്, പാക്കിൽ നോക്ക്.
അതാടാ നിക്കണു, കണ്ടോ? അതാടാ കണ്ട പൂസ്. ഞാൻ പറയായിരുന്നു പ്രജേട്ടനോട്, പ്രജേട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാനും വീഡിയോ എടുക്കട്ടെ എന്നുള്ളത്. ഇതാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛനാണ് ഞങ്ങളെ കൊടുന്ന് വിട്ടത്. ഇനി അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ അരമണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം. വീഡിയോ എടുക്കുന്നു. നമ്മുടെ ഷൊട്ട് വന്ന് അച്ഛമ്മയുടെ ഷൊട്ടാണത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും മീൻകുട്ടീനെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു. അറിയാത്ത പോലെ വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് മാങ്ങ പാക്ക് ചെയ്ത് തന്നിരുന്നു. ഇന്ന് മാങ്ങാക്കൂട്ടൻ ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ എത്തിയപ്പോഴും ഞങ്ങൾ വീട്ടിൽ കയറാതെ മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കായിരുന്നു. കഴിച്ചു നോക്കടാ, എന്നാലല്ലേ ഉണ്ണിക്കറിയൂ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഒരുപാട് അടയ്ക്കാപ്പഴം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഫസ്റ്റ് ചെയ്ത കാര്യം ഈ അടയ്ക്കാപ്പഴം പറിക്കലായിരുന്നു, മിഴിക്കുട്ടിയും പ്രജേട്ടനും കൂടി. എനിക്കെന്തോ വലിയ ഇഷ്ടമില്ലാത്ത ഒരു പഴമാണ് ഈ അടയ്ക്കാപ്പഴം എന്ന് പറയുന്നത്. എല്ലാവരുടെ നാട്ടിലും അടയ്ക്കാപ്പഴം എന്നല്ല പറയാ തോന്നുന്നു, പേരയ്ക്ക എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. മീൻകുട്ടി ചെറിയ കുട്ടിയാവുമ്പോൾ വാങ്ങിയതാ ഞങ്ങളിത്. അന്ന് അവൾക്ക് അത് അത്രയ്ക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. ഓ മൈ ഗോഡ്, അകത്തേക്ക് പോവാ, ഉള്ളിലേക്ക് പോയിട്ട് നീ നായക്കുട്ടി ഇല്ല എന്ന് പറയണ്ട. നായക്കുട്ടി ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലോ ഉണ്ണി ഉണ്ടായിരുന്നു. ഹാപ്പി എല്ലാരെയും വെള്ളല്ലേ, അതിനുള്ള ശക്തിയും കൂടി ഇല്ലാതാണ്. വെള്ളണ്ടേ ഇപ്പോഴേ ഓപ്പൺ ചെയ്യേ കുഞ്ഞുട്ടി. അവസരവാദി. അഭിനയം. അയ്യോ കൊണ്ടുപോയി കൊടുത്ത ചോക്ലേറ്റ് വീഡിയോ എടുക്കുന്നുണ്ട് മമ്മി. എല്ലാം പകുതി ആക്കിയിടുണ്ട്. പതുക്കെ പതുക്കെ. ഇത് നോക്കിയിട്ട് ആർക്കാ കൊടുക്കേണ്ടത് നോക്കിയിട്ട് കൊടുക്കുക. Whose product is that? That's better. Very good. Dark chocolate.
വിറ്റാമിൻ രണ്ടുപേർക്കും യു ഗൈസ് പറയുമ്പോൾ രണ്ടുപേർക്കും കൊടുക്കണം. കുക്കീസ് ആയിരിക്കും. സ്കിന്നിൽ തേക്കുന്നത് ആരില്ല. മിഠായി. ഏയ് ഇത് അമ്മടെ. மிட்டாய் உனிக்கு எடுக்கிறதுக்கு கொஞ்சம் கஷ்டமா இருக்கும். അതാ ഇത്. ஓகே ஓகே ஓகே. ആ. ലൈക്ക് ഇഷ്ടായോന്ന് ചോദിക്ക്. ഷർട്ട് ഹാഫ് ഉണ്ട്. അത് കുട്ടിക്ക്. ആ ഉണ്ണി ഇത് കൃഷ്ണനുള്ളത്. ഇത് കൃഷ്ണനുള്ളത്. എന്താ അത് സ്പ്രേ കൊടുക്കടാ. ദാറ്റ്സ് ഓക്കേടാ. അച്ഛമ്മല്ലേ എന്താ അതിന്റെ അടിയിൽ പോയെന്ന് ചോക്ലേറ്റ് പുരിയർക്കുക അല്ല. അപ്പോഴാണ് സൺസ്ക്രീൻ കുറച്ച് ലീക്കായത് ഞങ്ങൾ ശ്രദ്ധിക്കണം. ആ പെട്ടിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കൽ മറന്നിട്ട് ഞങ്ങൾ അവസാനം ശരിയാക്കുന്ന തിരക്കിലായി. മീക്കുട്ടിക്ക് എടുത്തു വെച്ചിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്ന തിരക്കിലാണ്. അച്ഛനും അമ്മയും അവൾക്ക് 2 ഡ്രസ്സ് എടുത്തു വെച്ചിരുന്നു. അവളെ ഉണ്ണി അതെങ്ങനെ കഴിക്കണം നോക്ക്. ചപ്പി ചപ്പി കഴിക്കേ. ഉറിഞ്ചടാ. വന്ന ഉടനെ തന്നെ പുളിമാങ്ങ എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് മീൻകുട്ടിക്കും അതേപോലെ മാങ്ങ കഴിച്ച് പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതൊരു ഫീലാണല്ലോ. കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനും പ്രജേട്ടനും ഒന്ന് പുറത്തു പോവാണ് ശ്രീകൃഷ്ണപുരം വരെ. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സും ചെരുപ്പും എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് പോരാറ്, പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് സഞ്ജുവിലേക്കാണ്. അവിടെ നിന്നാണ് അത്യാവശ്യത്തിന് വേണ്ട തുണികളൊക്കെ എടുക്കാറ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു ചെരുപ്പ് വാങ്ങി. മേക്കുട്ടിയെ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ല, വീട്ടിലിരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പോകുന്നതിനിടയ്ക്ക് പ്രജേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൂടി വാങ്ങിയിട്ടാണ് പോകുന്നത്. ഈ സൂര്യ ഹോട്ടലിലെ പെപ്പർ ചിക്കൻ പ്രജേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അമേരിക്കയിലാവുമ്പോഴും പ്രജേട്ടൻ ഈ ചിക്കനെ കുറിച്ച് എപ്പോഴും പറയും, ഇതിൻ്റെ റെസിപ്പി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഇന്ന് ചോറിന് കുറച്ചധികം വിഭവങ്ങളുണ്ട്. മാങ്ങാക്കൂട്ടാനുണ്ട്, ചക്കക്കൂട്ടാനുണ്ട്, പിന്നെ കൂനിൻ്റെ കറിയുണ്ട്, പിന്നെ പെപ്പർ ചിക്കൻ വാങ്ങിയതും ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. പിന്നെ ഇതാ ചക്ക പറിച്ചതും ഉണ്ട്. ചക്കയൊക്കെ ഞാൻ സാധാരണ ഒരുപാട് കഴിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ എൻ്റെ പല്ല് കുറച്ച് പ്രശ്നമായതിനാൽ അധികം കഴിക്കാൻ പറ്റിയില്ല. ഇതാ ഈ മാങ്ങാക്കൂട്ടാനും ചക്കക്കൂട്ടാനും ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. എത്ര ഈ മാങ്ങാക്കൂട്ടാനും ചക്കക്കൂട്ടാനും ഒക്കെ കഴിച്ചാലും എനിക്ക് മതിയാവാറില്ല. രാത്രി മീൻകുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ അടുത്ത കടയിൽ നിന്ന് അച്ഛൻ മേടിച്ചിട്ട് വന്നു. വിഷു എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവളൊരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരും കൂടി കത്തിക്കുന്നു എന്ന് മാത്രം. അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് പറിച്ച ചക്കയും ഉണ്ട്. അപ്പം ചക്കയൊക്കെ കഴിച്ച് നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കാം. മേഴ്ക്കുട്ടിക്ക് ഇതൊന്നും കണ്ട ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. സന്തോഷത്തിലുപരി അത്ഭുതം എന്ന് പറയാം. സന്തോഷം.
ഇട്ട് പിടിച്ചാ അവിടെന്നാ ഇനി ഇങ്ങനെ കറക്കിക്കോ. വേണ്ട വേണ്ട വലുതായി അവൾ അവിടെ ഇടും. മെല്ലെ മെല്ലെ അതിന്റെ അടുത്തേക്ക് വന്നാലേ വാങ്ങിക്കില്ല. അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടേ. അത് ആ ചവിട്ടിയിലേക്ക് നിൽക്കട്ടോ. ഉണ്ണി കമ്പിത്തിരി ഞാൻ പോരുക്കാ. എടാ ഇത് ഇങ്ങനെ ചെയ്യണ്ടേ? കണ്ടോ ഇതിരിക്കില്ല. മീക്കുട്ടിയുടെ പഴയ സാധനങ്ങളെല്ലാം അവൾ പൊക്കി വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.